प्यारे दोस्तों, ഗുൽദസ്ത ഹിന്ദി ചാനൽ पर सबका स्वागत है. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുൽ ബനി ധി മാ എന്നുള്ള പാഠഭാഗത്തിലെ ആദ്യത്തെ 14 വരികൾ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലേ. ഇന്ന് അതിലെ ബാക്കിയുള്ള വരികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉത്തമം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വർക്ക് നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ, അതെല്ലാവരും ചെയ്തോ? അപ്പോൾ നമുക്ക് ആ വർക്കൊന്ന് നോക്കാം അല്ലേ. നിമ്നലിഖിത് ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേം എന്നായിരുന്നു ചോദ്യം അല്ലേ. ബേട്ടോം കാ ജീവൻ ബേ രോക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക. दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की ചുക് ചുക് ചക് ചക്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച വരികൾ ഒന്ന് കേട്ടു നോക്കിയാലോ. हम भाइयों के बीच फूल बनी थी माँ, हम भाइयों के बीच फूल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक, हम लोगों की चुक चुक चक चक. पिता के बाद हम भाइयों के बीच फूल बनी माँ, अचानक नहीं टूटी धीरे धीरे टूटती रही, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माँ, बुढ़ा रही है माँ. ഇനി അടുത്ത വരികൾ നോക്കാം. माँ के बार बार कहने को हम मान कर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. ഇനി നമുക്ക് ഇവയുടെ അർത്ഥം നോക്കാം. മാ കെ അമ്മയുടെ, ബാർ ബാർ കഹനേക്കോ, ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, കഹന എന്ന് പറഞ്ഞാൽ പറയുക, കഹനേക്കോ പറയുന്നതിനെ. അപ്പോൾ അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിനെ ഹം മാൻകർ ചൽത്തെ രഹെ, ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു, ഞങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂഢെ ഹോനേക്ക് ആദത്ത്, ഉസ്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് അവൻ്റെ അവളുടെ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അമ്മയെക്കുറിച്ചായതുകൊണ്ട് നമുക്ക് അവരുടെ എന്ന അർത്ഥത്തിൽ പറയാം. ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ എന്ന് പറയാം. ഉസ്കെ ബൂഢെ ഹോനേക്ക് ആദത്ത്, അവരുടെ വൃദ്ധയാകുന്ന ആ ഒരു ശീലം, അവരുടെ വാർദ്ധക്യത്തിലെ ശീലം. ഓർ അപ്നി ഹർ ആവാസ് മേ, കൂടാതെ തൻ്റെ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ടൂട്ത്തി രഹി മാ, പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരുന്നു അമ്മ. അതായത് ഇവിടെ പറയുന്നത് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതകളാണ്. അതായത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന സ്വഭാവം ഉണ്ടാവും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ വല്യമ്മമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നൊരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വൃദ്ധയാവുന്നുണ്ട് അല്ലെങ്കിൽ വയസ്സായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഓരോ ശീലങ്ങൾ അത് അവരുടെ ശബ്ദത്തിലും അത് എന്ത് ചെയ്യാൻ പ്രതിഫലിക്കും. അതായത് ശബ്ദവും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ഇടറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ വ്യക്തമായിക്കൊള്ളണമെന്നില്ല, നല്ലൊരു ശബ്ദമൊന്നും ആയിരിക്കില്ല അവരുടെ അടുത്തുനിന്ന് ഉണ്ടാവുക. ഏതായാലും അപ്പോൾ അവരുടെ ഓരോ ശബ്ദത്തിലും അതുപോലെ തന്നെ അവരുടെ വീണ്ടും വീണ്ടും ഉള്ള പറച്ചിലിനെയും ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ എന്ത് ചെയ്യാൻ ധീരെ ധീരെ ടൂട്ത്തി രഹി മാ, പതുക്കെ പതുക്കെ അമ്മ എന്ത് ചെയ്തു, തകർന്നു കൊണ്ടിരുന്നു. ടൂട്ത്തി രഹി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ദുർബൽ ഹോത്തി രഹി എന്നാണ്, അതായത് ദുർബലയായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അമ്മ തകർന്നുകൊണ്ടിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई,
धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. ഹാത്തോ ഹാത്ത് രഹന എന്ന് പറഞ്ഞാൽ എന്താ? കൈയോട് കൈ ചേർക്കുക. മാ അമ്മ, അങ്ങനെ കൈയോട് കൈ ചേർത്തുകൊണ്ടിരുന്നു. ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി. ഏക് ദിൻ ഒരു ദിവസം, ഹമാരെ കന്ധോ മേ ഞങ്ങളുടെ തോളിലേക്ക്, ഞങ്ങളുടെ ചുമലിലേക്ക്, ആ ഗയി വന്നു ചേർന്നു. എന്ന് വെച്ചാൽ എന്താണ്? അമ്മക്ക് പ്രായമായി അല്ലേ? ഇതുവരെ മക്കളെ അമ്മ നോക്കി, എന്നാലും ഇനി പ്രായമാകുന്ന സമയത്ത് ആ അമ്മയുടെ ഭാരം ഞങ്ങളുടെ തോളിലേക്ക് വന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ അമ്മ ഞങ്ങൾക്കൊരു ഭാരമായി മാറി എന്നർത്ഥം. ധീരെ ധീരെ മെഹ്സൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ അനുഭവിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഹം അപ്നെ വൃഷഭ് കന്ധോമേ, തൻ്റെ വൃഷഭ് എന്ന് പറഞ്ഞാൽ സശക്ത് എന്നാണ് വൃഷഭ് എന്നുള്ളതിൻ്റെ അർത്ഥം. ശക്തിയുള്ള, കന്ധോമേ തോളിൽ, ചുമലിൽ, ഷോൾഡറിൽ, മാ കാ ഭാരി ഹോന അമ്മയുടെ ഭാരമാകുന്നത്. അതാ ഞങ്ങളുടെ തോളിലേക്ക്, ഞങ്ങളുടെ ശക്തമായ തോളിൽ അമ്മ ഒരു ഭാരമാകുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ അനുഭവിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി എന്ന് വെച്ചാൽ അമ്മക്ക് പ്രായമായ സമയത്ത് മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ത് ചെയ്യാണ്? ഒരു ഭാരമായി അനുഭവപ്പെടാൻ തുടങ്ങി എന്നർത്ഥം. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. നമുക്ക് ഇവിടെ അർത്ഥം നോക്കാം. ജബ് തക്ക് ജീവിത് രഹി മാ, എപ്പോൾ വരെയാണോ, ഏതുവരെയാണോ അമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്, ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ, ഞങ്ങൾ ബദൽത്തെ രഹേ മാറ്റിക്കൊണ്ടിരുന്നു, അപ്നെ കന്ധേ തൻ്റെ തോളുകൾ, ചുമലുകൾ. കന്ധ ബദൽന എന്ന് പറഞ്ഞാൽ ദായിത്വ ബദൽന എന്നാണ്. അതായത് തൻ്റെ ഉത്തരവാദിത്വം മാറ്റുക എന്നുള്ളതാണ് കന്ധ ബദൽന എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് മക്കൾ എന്ത് ചെയ്യണം? പരസ്പരം ഇങ്ങനെ അമ്മയെ പല സ്ഥലങ്ങളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ പരസ്പരം എന്ത് ചെയ്യാണ്? അമ്മയെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നീ നോക്ക്, നീ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനിപ്പോൾ കുറേ നോക്കിയല്ലോ, ഇനി നീ നോക്ക് എന്നൊക്കെ ഉള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ്? പരസ്പരം മക്കൾ തമ്മിൽ അമ്മയെ ഇങ്ങനെ തട്ടിക്കളിക്കുന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു? പ്രവർത്തിച്ചു എന്നർത്ഥം. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യാണ്? ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു, ഞങ്ങളുടെ തോളുകൾ മാറ്റിക്കൊണ്ടിരുന്നു. ഏതുവരെ? അമ്മ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം വരെ. മാം ആഖിർ മാഹി തോ ഹേ, ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാറുണ്ട്. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. മാ ആഖിർ മാഹി തോ ഹേ, അമ്മ അവസാനം അമ്മ തന്നെയാണ്. എന്നുവെച്ചാൽ അമ്മ എന്നും അമ്മ തന്നെയാണല്ലോ. മക്കൾ വലുതായി എന്ന് വിചാരിച്ച്, അതുപോലെ തന്നെ അമ്മക്ക് വയസ്സായി എന്ന് വിചാരിച്ച് അമ്മ ഒരിക്കലും അമ്മയല്ലാതാവുന്നില്ലല്ലോ, അല്ലേ? എന്നുവെച്ചാൽ അമ്മ എന്നും അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ്, വീണ്ടും വീണ്ടും പല തവണകളായി ഞങ്ങളെ ഈ തോള് മാറ്റുന്നത് കണ്ടിട്ട്, ഞങ്ങളിങ്ങനെ പരസ്പരം തോളുകൾ, ചുമലുകൾ ഇങ്ങനെ മാറ്റിക്കളിക്കുന്നത് കണ്ടിട്ട്, മാറ്റുന്നത് കണ്ടിട്ട്, അങ്ങനെ കണ്ടുകൊണ്ട് ഹമാരെ കന്ധോസെ ഉത്തർ ഗയി മാ, ഞങ്ങളുടെ തോളിൽ നിന്ന്, ഉത്തർന പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. ഇപ്പോൾ ഉത്തർ ഗയി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി എന്ന് അർത്ഥമുണ്ട്. ഇവിടെ ഉത്തർ ഗയി എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മർ ഗയി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഉത്തർ ഗയി മാ, അമ്മ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി എന്ന് വെച്ചാൽ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ ഞങ്ങളിൽ നിന്ന് അമ്മ എന്ത് ചെയ്തു? വിട വാങ്ങി എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയി എന്നർത്ഥം. ഓർ മാ കെ കന്ധോസെ ഉത്തർത്തേ ഹി, കൂടാതെ അമ്മയുടെ തോളിൽ നിന്നുള്ള ഇറക്കത്തോടു കൂടി, അഥവാ അമ്മ മരണപ്പെട്ടതോടുകൂടി, ഉത്തർ ഗയെ ഹമാരെ കന്ധേ. കന്ധ ഉത്തർന എന്ന് പറഞ്ഞാൽ ദുർബൽ ഹോന അഥവാ ദുർബലമാവുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അമ്മ മരണപ്പെട്ടതോടുകൂടി ഞങ്ങൾ എന്തായി? ദുർബലരായി മാറി എന്നർത്ഥം. എന്നുവെച്ചാൽ അമ്മ ഞങ്ങൾക്ക് ഒരു ആശ്രയമായിരുന്നു. എന്നാൽ അവസാനം അമ്മ എന്ത് ചെയ്യാണ്? മക്കളുടെ ഈ പ്രവർത്തനമൊക്കെ കണ്ടുകൊണ്ട്, തന്നെ പരസ്പരം ഇങ്ങനെ മാറ്റിക്കളിക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ അവസാനം മരണപ്പെടുകയാണ്. അങ്ങനെ ആ മരണപ്പെട്ട സമയത്ത് മക്കൾക്ക് എന്ത് ചെയ്യാണ്? ഒരു ആശ്രയം, ബേസഹാരെ ബനെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആശ്രയമില്ലാത്തവരായി അവരെന്ത് ചെയ്യാണ്? മാറി എന്നർത്ഥം. അപ്പോഴാണ് അമ്മയുടെ വില ശരിക്ക് മക്കൾ അറിയുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കവിതയിൽ പ്രായമായ
മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനവും വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസവും വളരെ പ്രാധാന്യത്തോടു കൂടി നരേന്ദ്ര പുണ്ടരീക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ വളരെ കാലികമായിട്ടുള്ള ഒരു കവിത കൂടിയാണ് പുൽ ബനി ഥി മാ എന്നുള്ളത്. പ്രായമായവരെ നാം അവഗണിക്കരുതെന്നും അവരെ നല്ല രൂപത്തിൽ പരിപാലിക്കണമെന്നും അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണമെന്നും അവരോട് മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്യരുത് എന്നൊക്കെ ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല ഒരു അമ്മയുടെ മഹത്വവും പ്രാധാന്യവും ഈ കവിതയിലൂടെ കവി പറഞ്ഞു തരുന്നുണ്ട്. ഇനി പെരുമ്പളം GHSSലെ അശോക് കുമാർ സാർ തയ്യാറാക്കിയ പരിഭാഷ നിങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പരിഭാഷയും നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ സഹായകമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ഈ കവിത മുഴുവനായി ഒന്ന് കേട്ടു നോക്കിയാലോ. हम भाइयों के बीच फूल बनी थी माँ, हम भाइयों के बीच फूल बनी थी माँ, जिसमें आए थी दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के, हम लोगों की चुप चुप चक चक, हम लोगों की चुप चुप चक चक, पिता के बाद हम भाइयों के बीच फूल बनी माँ, अचानक नहीं टूटी धीरे धीरे टूटती रही, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बुढ़ा रही है माँ, बुढ़ा रही है माँ, माँ के बार बार कहने को हम मान कर चलते रहे, उसके बूटे की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ, धीरे धीरे टूटती रही माँ, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों से माँ का भारी होना, जब तक जीवित रही माँ हम बदलते रहे अपने कंधे, जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है माँ, आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते हैं, उतर गई हमारे कंधे, हम भाइयों के बीच फूल बनी थी माँ, हम भाइयों के बीच फूल बनी थी माँ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കവിതയിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ ഈ കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. सबको धन्यवाद.